السلام عليكم ورحمة الله وبركاته. مختصر 50 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه. أو التفخيم نحو فغشيهم من اليم ما غشيهم، أو تنبيه المخاطب على الخطأ نحو إن الذين ترونهم إخوانكم يشفي غليل صدورهم أن تسرعوا، أو الإيماء إلى وجه بناء الخبر نحو إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين، ثم إنه ربما يجعل ذريعة إلى التعديل بالتعليم لشأنه نحو إن الذي سمك السماء بنى لنا بيتا دعائمه أعز وأطول، أو شأن غيره نحو الذين كذبوا شعيبا كانوا هم الخاسرين. അപ്പോൾ മുസ്നദ് ഇലൈഹിയെ മൗസൂലയാക്കി കൊണ്ടുവരാൻ അവി തഫ്ഹീമി അല്ലെങ്കിൽ തഫ്ഹീമിന് വേണ്ടിയിട്ടാണ്. അതായത് മുസ്നദ് ഇലൈഹിയെ ഭയപ്പെടുത്തലോടുകൂടെ ബഹുമാനിക്കാൻ വേണ്ടി എന്താക്കും? മുസ്നദ് ഇലൈഹിയെ മൗസൂലയാക്കി കൊണ്ടുവരും. അതിനെ ഒന്ന് ഭയപ്പെടുത്തി കാണിക്കലും ഒരു ബഹുമാനിക്കലും രണ്ടും ലക്ഷ്യമാണത്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തേക്കുന്നത് അതാണ്. അയ്യത്തഅലീമി വത്തഹ്ബീരി, ഭയപ്പെടുത്തലോടുകൂടെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടി. നഹ്വു ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും, അത് ത്വാഹ സൂറത്തിലെ 79-ാമത്തെ ആയത്ത്. വലഖദ് അവഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹരി യബസാ ലാ തഖാഫു ദറകൻ വലാ തഖ്ശാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേലുമായി രാത്രി ഈജിപ്തിലേക്ക് പോകാൻ കൽപ്പന ഉണ്ടായി. ഫഅത്ബഅഹും ഫിർഔനു ബിജുനൂദിഹി ഫഗശിയഹും, ആ ഫിർഔനിനെയും അവന്റെ പാർട്ടിയെയും മൂടിക്കളഞ്ഞു. മിനൽ യമ്മി, സമുദ്രത്തിൽ നിന്ന്. മാ ഗശിയഹും, അവരെ മൂടിക്കളഞ്ഞതെല്ലാം മൂടിക്കളഞ്ഞു. ഇവിടെ മാ എന്ന് ഗശിയ എന്നതിന്റെ ഫായിലാണ് മാ, അത് മുബഹമാക്കി പറഞ്ഞു. അതെന്താ? ഒരു വലിയ സംഭവമാണത്. അത് എന്താണ് സംഭവം എന്ന് പറയാൻ അസാധ്യമാണ്, വിവരിക്കാൻ സാധിക്കാത്തതായൊരു സംഭവമാണ്. അത് ഭയപ്പെടേണ്ട കാര്യമാണ്. അതിനെ ഒന്ന് തഅലീം, ആദരിക്കേണ്ടതുമായ കാര്യമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മുസ്നദ് ഇലൈഹിയെ മൗസൂലയാക്കി കൊണ്ടുവന്നത്. ഫഇന്ന ഫീ ആദൽ ഇബ്ഹാമി മാ ഗശിയഹും, അവരെ മൂടിയതെല്ലാം മൂടി എന്ന് പറഞ്ഞു. ഈ ഇബ്ഹാമിലുണ്ട് മിന തഫ്ഹീമി മാ ലാ യഖ്ഫ, മാ ലാ യഖ്ഫ, ഖഫിയല്ലാത്ത ഒന്നുണ്ട്, എല്ലാവർക്കും വ്യക്തമായൊരു കാര്യമാണ്. അതെന്തിനാൽ? തഫ്ഹീമിനാൽ. ബയാനിനെ മുന്തിച്ചതാണ്. തഫ്ഹീമിനാൽ മാ ലാ യഖ്ഫ, ആർക്കും അവ്യക്തമാകാത്ത, ലാ യഖ്ഫ, ഖഫിയല്ലാത്ത, അവ്യക്തമാവാത്ത ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ വ്യക്തമായ, എല്ലാവർക്കും വ്യക്തമാണ് ഇവിടെ തഫ്ഹീം ഉണ്ട് എന്നത്. അത് വിവരിക്കാൻ സാധ്യമല്ല.
അവരെ മൂടിയതായ സംഭവം എന്താണെന്ന് വിവരിക്കാൻ സാധ്യമല്ലാത്ത വിധം അത് വലുതാണ്. അത്രക്കും വലിയ ഒരു സംഭവമാണ് അവരെ മൂടിക്കളഞ്ഞത്, അവർക്ക് സംഭവിച്ചത് എന്നർത്ഥം. അവിടെ മുസനദിലേഹി മുഅയ്യനാണ്, പക്ഷെ ഇവിടെ തഈനാക്കാതെ ഒന്ന് മുബഹമാക്കി പറഞ്ഞു. അത് സംഭവം ഇതാണ്. അതൊരു ഭയപ്പെടേണ്ട കാര്യവും ആദരിക്കേണ്ട കാര്യവുമാണ് എന്നറിയിക്കാൻ വേണ്ടി. ഔ തംബീഹിൽ മുഖാത്തബി, അല്ലെങ്കിൽ മുസനദ് ഇലൈഹിയെ മഅരിഫിയാക്കി കൊണ്ടുവരുന്നത് മുഖാത്തബിനെ അറിയിക്കാൻ വേണ്ടിയാണ്, ഉണർത്താൻ വേണ്ടിയാണ്. അലൽ ഖത്ഇ, പിഴവിന്റെ മേൽ വീണിട്ടുണ്ട്, മുഖാത്തബ് പിഴച്ചു പോയിട്ടുണ്ട്, തന്റെ വിശ്വാസത്തിൽ തന്റെ ധാരണയിൽ താൻ പിഴച്ചു എന്ന് ഒന്ന് ഉണർത്താൻ വേണ്ടി മുസനദ് ഇലൈഹിയെ മൗസൂലിയാക്കി കൊണ്ടുവരും. നഹ്വു അതാണ്. ഔ തംബീഹിൽ മുഖാത്തബി, മുഖാത്തബിനെ ഉണർത്താൻ വേണ്ടി അലൽ ഖത്ഇ, താൻ എന്താണ്, തന്റെ ധാരണ പിഴവിൽ സംഭവിച്ചിട്ടുണ്ട്, തനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി. നഹ്വു ഇന്നല്ലദീന തുറൗനഹും ഇഖ്വാനകും യശ്ഫി ഖലീല സുദൂരിഹിം അൻ തുസ്റഊ. ഇന്നല്ലദീന, ഒരു കൂട്ടർ, ഇന്നല്ലദീന അല്ലദീന ഇന്നന്റെ ഇസ്മ, എങ്ങനെയുള്ള കൂട്ടരാണ്? തുറൗനഹും, നിങ്ങൾ അവരെ വിചാരിക്കുന്നു, ഐ തൊലുന്നൂനഹും, നിങ്ങൾ അവരെ വിചാരിക്കുന്നു, ഇഖ്വാനക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണെന്ന്. ഇന്നല്ലദീന തുറൗന, നിങ്ങൾ വിചാരിക്കുന്നു, ഹും അവരെ, ഐ തൊലുന്നൂനഹും, നിങ്ങൾ അവരെ വിചാരിക്കുന്നു, ഇഖ്വാനക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ആ കൂട്ടർ യശ്ഫി ഖലീല സുദൂരിഹിം, അവരുടെ ഹൃദയത്തിലുള്ള കുനിട്ട് ആ പകയെ ശിഫയാക്കും. എന്ത്? അൻ തുസ്റഊ, നിങ്ങൾക്ക് ആപത്ത് സംഭവിക്കൽ, നിങ്ങൾ ഐ തുഹുലക്കൂ, നിങ്ങളെ നശിപ്പിക്കപ്പെടൽ, ഔ തുസാബോ ബിൽ ഹവാദിസി, അല്ലെങ്കിൽ കാലമുസീബത്ത് നിങ്ങൾക്ക് ബാധിക്കൽ. ഏതായാലും നിങ്ങളെ തള്ളിയിടപ്പെടൽ, നിങ്ങളെ തള്ളിയിടപ്പെടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാശമടയൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്ത് ബാധിക്കുന്ന. ഇവിടെ എന്താണ് ഈ ഇന്നല്ലദീന എന്ന മൗസൂലിയാക്കി പറഞ്ഞതുകൊണ്ടാണ് തുറൗനഹും ഇഖ്വാനക്കും എന്ന സിലയെ കൊണ്ടുവരാനുള്ള കാരണം. ആ സില പറഞ്ഞതുകൊണ്ട് ഇവരുടെ ധാരണയെ, ഇവർക്ക് ധാരണയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉണർത്താൻ കഴിഞ്ഞു. നിങ്ങൾ സഹോദരന്മാരാണ്, നിങ്ങൾ ആരെയാണോ സഹോദരന്മാരെന്ന് കരുതിയത് അവരെല്ലാവരും നിങ്ങളോട് നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് ചുരുക്കം. അപ്പോൾ നിങ്ങൾ സഹോദരന്മാരാണെന്ന് അവരെ വിചാരിച്ചത് ശരിയല്ല എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അതിവിടെ മൗസൂലിയാക്കി കൊണ്ടുവന്നാലല്ലേ ഈ സില കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതേ സമയത്ത് ആ അല്ലദീന എന്ന അതിന്റെ ആ ആളുകളെ പറയുകയാണെങ്കിൽ, ആ മൗസൂലന്റെ മുസമ്മകൾ പറയുകയാണെങ്കിൽ, ആ മൗസൂഫ് പറയുകയാണെങ്കിൽ എന്തായി? ഇന്നാലിന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് ആപത്ത് ബാധിക്കലിനെ ആഗ്രഹിക്കുന്നവരാണ്. അതിവിടെ പറയുന്നുണ്ട്. ഐ തുഹുലക്കു ഔ തുസാബു ബില്ലവാദിസി ഫഫീഹി, ഈ കലാമിലുണ്ട് മിനത്തംബീഹി അലാ ഖത്ഇഹിം, അവരുടെ പിഴവിന്റെ മേൽ ഉണർത്തലിനാൽ, ഫി ഹാദം നന്നി, ഈ നന്നിലുള്ള പിഴവ്. ഏതാ നന്ന്? നിങ്ങൾ സഹോദരന്മാരാണെന്ന് ആരെയോ പറ്റി മനസ്സിലാക്കി ആ നന്നിലുള്ള പിഴവിൽ ഉണർത്തലിനാൽ, മാ ലൈസ ഫീ ഖൗലിക, നിന്റെ കൗലിൽ ഇല്ലാത്ത ഒന്നുണ്ട്. ഏത്? ഇന്നൽ ഖൗമൽ ഫുലാനിയ, ഇന്നാലിന്ന കൗമ്,
ഇന്നാലിന്ന കൗമ് എന്ന് പറയുമ്പോൾ എന്താവും? അതങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇന്നൽ കൗമൽ ഫുലാനിയ യശ്ഫി ഖലീല സുദൂരിഹിം. ഇന്നാലിന്ന കൗമ് യശ്ഫി ഖലീല സുദൂരിഹിം. അവരുടെ ഹൃദയത്തിലുള്ള കുലിറ്റിനെ അല്ലെങ്കിൽ പോരിനെ ശിഫയാക്കും നിങ്ങളെ തള്ളിയിടപ്പെടൽ എന്ന് പറയുന്നോടത്ത് ഈ ഖത്തഇന്റെ മേൽ ഉണർത്തൽ അവിടെയില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ അല്ലദീന തുറൗനഹും ഇഖ്വാനക്കും എന്ന് സില കൊണ്ടുവരണമെങ്കിൽ മൗസൂലിനെ കൊണ്ടുവരണം. അപ്പോഴേ ഈ ഖത്തഇന്റെ മേൽ ഉണർത്താൻ കഴിയുകയുള്ളൂ. അതിനാണ് ഇവിടെ മൗസൂലാക്കി കൊണ്ടുവന്നത്. അവിൽ ഈമായി അയ്യൽ ഇശാറത്തി ഇലാ വജ്ഹി ബിനാഇൽ ഖബരി. അല്ലെങ്കിൽ എന്താണ് മുസ്നദ് ഇലൈഹി മൗസൂലയാക്കി കൊണ്ടുവരുന്നത്? ഇശാറത്താക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യൽ ഇശാറത്തി ഇലാ വജ്ഹി ബിനാഇൽ ഖബരി. മൗസൂലിന്റെ മേൽ എടുക്കപ്പെട്ടതായ ഖബറിന്റെ ശൈലിയിലേക്ക്, അതിന്റെ രീതിയിലേക്ക് ഒന്ന് ഇശാറത്ത് ചെയ്യാൻ വേണ്ടി. വരാൻ പോകുന്ന ഖബറാണെന്ന് മൗസൂലയും സിലയും. മൗസൂല ഉണ്ടാവുമ്പോൾ സില ഏതായാലും വേണമല്ലോ. ആ മൗസൂലും സിലയും മൗസൂലയെയും സിലയെയും ഇത് പറയുമ്പോൾ തന്നെ ഖബർ ഇന്ന ജാതിയാണ് അല്ലെങ്കിൽ ഇന്ന ഇനമാണെന്ന് ഒരു ഇശാറത്ത് ഈ മൗസൂലത്തിൽ ഉണ്ടാവും. മുസ്നദിലേക്ക് അതിന്റെ സിലയോട് കൂടെ പറയുമ്പോൾ ഉണ്ടാകും. വരാൻ പോകുന്ന ഖബർ ഇന്ന ജാതിയാണ്, അത് ഇന്ന സൈസാണ്. മുസ്നദിലെ മൗസൂലയാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ അതിന്റെ കൂടെ സില പറയും. ആ സിലയെയും കൂടി സിലത്തിനെയും കൂടി കേൾക്കുമ്പോൾ വരാൻ പോകുന്ന ഖബർ ഇന്ന ജാതിയാണെന്ന് അറിയാൻ കഴിയും. അതിലേക്കൊരു ഇശാറത്തുണ്ട് എന്നർത്ഥം. അതിൽ ലീമായി അയ്യൽ ഇശാറത്തി ഇലാ വജ്ഹി ബിനാഇൽ ഖബരി. മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ടതാ ബിനാഉൽ ഖബർ എന്ന് പറഞ്ഞാല് അൽ ഖബരിൽ മബിനിയി. ഇവിടെ വരുന്നുണ്ട് അതിന്റെ അർത്ഥം. അതിന്റെ എന്താ പിന്നെ അത് സിഫത്തിന് മൗസൂഫിലേക്ക് ഇദാഫത്താണ്. അപ്പോൾ എന്താവും? സിഫത്തിന് മൗസൂ ഇലാ വജ്ഹിൽ ഖബരിൽ മബിനിയി അലൈഹി. ബിനാഇന് മബിനിയി ഇസ്മ മഫൂലിന്റെ മാന വെക്കണം. ഇലാ വജ്ഹിൽ ഖബരി. എങ്ങനത്തെ ഖബർ? അൽ മബിനിയി അലൈഹി. മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ടതായ ഖബറിന്റെ ഇനത്തിലേക്ക്, അതിന്റെ സൈസിലേക്ക് എന്തുണ്ട്? ഒരു ഇശാറത്തുണ്ട്. അപ്പൊ ബിനാ എന്നുള്ളത് ഇസ്മ മഫൂലിന്റെ മാന. അത് സിഫത്താണ് യഥാർത്ഥത്തിൽ. സിഫത്തിന് മുന്തിച്ച് മൗസൂഫിലേക്ക് ഇദാഫത്താണ്. ഇലാ വജ്ഹി ബിനാഇൽ ഖബരി. മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ടതായ ഖബറിന്റെ ഇനത്തിലേക്ക്, അതിന്റെ വജ്ഹിലേക്ക്, അതിന്റെ ജാതിയിലേക്ക്, അതിന്റെ സൈസിലേക്ക് എന്തെങ്കിലും ഇശാറത്തുണ്ട്. ഇലാ തരീഖിഹി. അതിന്റെ രീതിയിലേക്കൊരു ഇശാറത്തുണ്ട്. തഖൂലി പറഞ്ഞോ, അമിൽതു, ഞാൻ അമിൽ ചെയ്തു, ഹാദൽ അമല, ഈ പ്രവർത്തനം, അലാ വജ്ഹി അമലിക്ക, നിന്റെ അമലിന്റെ അതേ ശൈലിയിൽ, വഅലാ ജിഹത്തിഹി, അതേ രൂപത്തിൽ, നീ ചെയ്ത അതേപോലെ, അതേ ശൈലി, അതേ രൂപം. ഐ അലാ തൊർസിഹി വ തരീഖത്തിഹി. എല്ലാവരും മാന തന്നെ. ആ ശൈലി, ആ രീതി എന്നർത്ഥം. യഅനി മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിക്കുന്നു തുത്താബിൽ മൗസൂലി, മൗസൂലിനെ കൊണ്ടുവരും, വസിലത്തി, സിലയെയും കൊണ്ടുവരും. എന്തിനു വേണ്ടി? ഇലാ അന്ന ബിനാ അൽ ഖബരി അലൈഹി, ആ മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ട ഖബറാകുന്നത്, മിൻ അയ്യി വജ്ഹിൻ, അത് ഏതൊരു ശൈലിയിലാണ്, വഅയ്യി തരീഖിൻ, ഏതൊരു റൂട്ടിലാണ്, ഏതൊരു വഴിയിലാണ്. അതെന്തിനാണ്? സവാബിനാൽ വൽ ഇഖാബ് വൽ മദ്ഹി വദ്ദമ്മി. സവാബ്, ഇഖാബ്, മദ്ഹ്, ദമ്മ് എന്നിവയാൽ ഏത് ശൈലിയിലാണെന്നും ഏത് റൂട്ടിലൂടെയാണെന്നും ഒരു ഇശാറത്തിന് വേണ്ടിയാണ് മുസ്നദ് ഇലൈഹിയെയും മുസ്നദ് ഇലൈഹിയെ മൗസൂല കൊണ്ടും സില കൊണ്ടും പറയുന്നത്. ഓയിലിതാലിക്കതല്ലാത്ത പലതിനാലും. നഹവു ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി,
എന്ന് പറയും പോലെ ഇന്നല്ലദീന ഒരു കൂട്ടർ യസ്തക്ബിറൂന അൻ ഇബാദത്തി എനിക്ക് ഇബാദത്തെടുക്കലിനെ അഹങ്കരിക്കുന്ന കൂട്ടരാകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മനസ്സിലായി? ഖബർ ഇന്ന ജാതിയാണെന്ന് തിരിയും. അതാ പറയുന്നുണ്ട്, തിരിയുന്നവർക്ക് തിരിയുമെന്നർത്ഥം. എനിക്ക് ഇബാദത്ത് ചെയ്യലിനെ തൊട്ട് അഹങ്കരിക്കുന്ന കൂട്ടര് അവർക്ക് നരകമുണ്ട് എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാകുമല്ലോ. ഫഇന്ന ഫീഹി ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി എന്ന കലാമിലുണ്ട് ഈമാഅൻ ഇശാറത്തുണ്ട്. എന്തിലേക്ക്? ഇലാ അന്നൽ ഖബറൽ മബ്നിയ അലൈഹി, ആ മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ടതായ ഖബറാകുന്നത് അംറും മിൻ ജിൻസിൽ ഇഖാബി, ഇഖാബിന്റെ ജിൻസിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നതിലേക്ക് ഇശാറത്തുണ്ട്. ഇഖാബിന്റെ ജാതിയിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നതിലേക്ക് ഇശാറത്തുണ്ട്. വൽ ഇദ്ലാലി, ഇദ്ലാലിന്റെയും നിന്ദിക്കലിന്റെയും ജാതിയിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നതിലേക്ക് ഇശാറത്തുണ്ട്. അതേതാണ് ഖബർ? വഹുവ ഖൗലുഹു, ആ ഖബർ ഖൗലുഹു അല്ലാഹുവിന്റെ ഖൗലാണ്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവര് നരകത്തിൽ കടക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോ ഖബർ ഇന്ന ജാതിയാണ് എന്ന് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു സൂചന ലഭിക്കും, വരാൻ പോകുന്ന ഖബർ ഇന്നതാണ്. അപ്പോൾ ആ ഖബറിലേക്കൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലേക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ദിഹ്നിൽ വേഗത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഒമിനൽ ഖത്ഇ ഫീ ഹാദൽ മഖാമി, ഈ മഖാമിലുള്ള ഖത്ഇൽപ്പെട്ടതാണ്, പിഴവിൽപ്പെട്ടതാണ് തഫ്സീറുൽ വജ്ഹി, വജ്ഹിന് തഫ്സീർ പറയൽ. ഏത് വജ്ഹ്? അവിൽ ലീമാ ഇലാ വജ്ഹി ബിനാഹിൽ ഖബരി എന്ന് പറഞ്ഞല്ലോ. മൗസൂലിന്റെ മേൽ എടുക്കപ്പെട്ടതായ ഖബറിന്റെ വജ്ഹിലേക്ക്, അതിന്റെ ശൈലിയിലേക്ക്, അതിന്റെ രീതിയിലേക്ക്. അത് വജ്ഹിന് ചിലരെന്ത് ബിൽ ഇല്ലത്തി വസബബി, ഇല്ലത്ത് സബബ് കൊണ്ട് തഫ്സീർ പറഞ്ഞു. അപ്പൊ എന്താ അർത്ഥം? മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ട ഖബറിന്റെ ഇല്ലത്തിലേക്ക് ഇശാറത്ത്, അത് ശരിയല്ല എന്നാ പറഞ്ഞത്. വഖദ് ഇസ്തഫൈനാ ദാലിക ഫി ശറഹി, വഖദ് ഇസ്തഫൗ വലഖദ് ഇസ്തഫൗ ഇസ്തൗഫൈനാ, വഖദ് ഇസ്തൗഫൈനാ ആണ് ഈ കിതാബിൽ എന്താ ഇസ്തൗഫൈനാ ദാലിക ഫി ശറഹി, അത് ശറഹിൽ നമ്മൾ പൂർത്തിയാക്കി വിവരിച്ചിട്ടുണ്ട്. ഇസ്തൗഫൈന എന്ന് പറഞ്ഞാല് ഇസ്തൗഫ എന്ന മാതി. അപ്പോ ഇസ്തൗഫ, ഇസ്തൗഫൈതു, ഇസ്തൗഫൈന, ഇസ്തഫഅല വസ്നാണത്. ഇസ്തൗഫൈന. അപ്പൊ ഇസ്തൗഫ ഇസ്തഫഅല വസ്ന്. വഖദ് ഇസ്തൗഫൈനാ, നമ്മൾ അത് പൂർത്തിയാക്കി വിവരിച്ചിട്ടുണ്ട്. ദാലിക അതിനെ ഫി ശറഹി, ശറഹിൽ. ഇസ്തഫഅല വസ്നാവുമ്പോൾ മശ്രം ആഖിർ മുഅത്തല്ലായ ഫീലാണ്. വഫ, ആ വാവ് ഫ അക്ഷരം, ഫാ ഐനക്ഷരം, യാ ഇസ്ലാമക്ഷരം. ഇസ്തൗഫൈന, നാം അത് പൂർത്തിയാക്കി വിവരിച്ചിട്ടുണ്ട്. എവിടെ? ഫി ശറഹി, മുത്തവ്വിലിൽ അത് പൂർത്തിയാക്കി വിവരിച്ചിട്ടുണ്ട്. സുമ്മ ഇന്നഹു അയ്യൽ ലീമാഅ ഇലാ വജ്ഹി ബിനാഇൽ ഖബരി, പിന്നെ ഈ ഖബറിനെ എടുക്കുന്ന വജ്ഹ്, അതായത് മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ട ഖബറിന്റെ ഈ വജ്ഹിലേക്കുള്ള ഇശാറത്തുണ്ടല്ലോ. സുമ്മ ഇന്നഹു അയ്യൽ ഈമാഅ, ഇശാറത്ത് എന്തിലേക്കുള്ള ഇശാറത്ത്? ഇലാ വജ്ഹി ബിനാഹിൽ ഖബരി,
ഖബറിനെ എടുക്കുന്ന വജ്ഹിലേക്കുള്ള ഇശാറത്ത് ലാ മുജറദു ജഇലിൽ മുസ്നദി ഇലൈഹി മൗസൂലൻ, മുസ്നദ് ഇലൈഹിയെ മൗസൂലയാക്കൽ മാത്രമല്ല, മൗസൂലയാക്കലിന്റെ മുജറദല്ല, അത് മാത്രമല്ല, പിന്നെ എന്താണ്? ഖബറിന്റെ വജ്ഹിലേക്കുള്ള ഇശാറത്ത് കമാ സബക്ക ഇലാ ബഅലിൽ ഔഹാമി, കമാ ഇശാറത്ത് അല്ലേ, അങ്ങനെന്താണ്? ആ മുജറദ് ആണ് ജഅലുൽ മുസ്നദിലി മൗസൂലയാക്കലാണെന്ന് എന്ന കാര്യം മുൻകടന്നതുപോലെ ബഅലുൽ ഔഹാമിലേക്ക് മുൻകടന്നതുപോലെ. അപ്പൊ ബഅലുൽ ഔഹാം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇന്നഹൂന്റെ ദമീർ എന്തിലേക്ക് മടക്കിയിട്ടുണ്ട്? മുസ്നദ് ഇലൈഹിയെ മൗസൂലയാക്കൽ റുബ്ബമായുജഅലു ദരീഅത്തൻ എന്നവരർത്ഥം വെച്ചു. ആ മൗസൂലയാക്കൽ മാധ്യമമാക്കപ്പെടും. അങ്ങനെയല്ല, മൗസൂലയാക്കുന്നത് എന്തിന്? ഖബറിന്റെ വജ്ഹിലേക്കുള്ള ഇശാറത്തിന് വേണ്ടി. ആ ഇശാറത്ത് എന്താകും? റുബ്ബമാ യുജഅലു ദരീഅത്തൻ, ആ ഇശാറത്തിന് ആക്കപ്പെടും ദരീഅത്തൻ ഐ വസീലത്തൻ, ഒരു വസീലയാക്കപ്പെടും, മാധ്യമമാക്കപ്പെടും. ഇല തഅലീലി ബിത്തഅലീമി ലിശൈനിഹി ഐ ലിശൈനിൽ ഖബരി, ഖബറിന്റെ നിലപാടിനെ ബഹുമാനിക്കലുകൊണ്ടുള്ളൊരു സൂചനയിലേക്ക് മാധ്യമമാക്കപ്പെടും. ആ ഇശാറത്തുകൊണ്ട് എന്ത് കിട്ടും? ഖബറിന്റെ ഷൈനിനെ ഒന്ന് ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്നതിലേക്കുള്ള സൂചനയും എന്തുണ്ട്? ആ ഇശാറത്തിലുണ്ട്. അപ്പോൾ മുസ്നദ് ഇലൈഹിയെ മൗസൂലയാക്കി കൊണ്ടുവരുന്നത് ഒന്നിരിക്കൽ എന്തിന്? ഖബറിന്റെ ജാതിയിലേക്കുള്ള, ജിൻസിലേക്കുള്ള ഒരു ഇശാറത്ത്, അതിന്റെ ശൈലിയിലേക്കുള്ള, അതിന്റെ രീതിയിലേക്കുള്ള ഒരു ഇശാറത്ത്, അത് ഏത് ജാതിയാണ് എന്ന് അറിയിക്കാൻ. ആ ഇശാറത്ത് എന്താവും? ഖബറിന്റെ നിലപാടിനെ ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്നതിലേക്കുള്ളൊരു സൂചനയും ഉണ്ടാകും. അതാണ് പറഞ്ഞത് റുബ്ബമാ യുജഅലു ദരീഅത്തൻ. ആ ഈമാഇനെ, ഖബറിന്റെ ബിനാഇന്റെ വജ്ഹിലേക്കുള്ള ഇശാറത്ത്, ആ ഇശാറത്തിന് ആക്കപ്പെടും ദരീഅത്തൻ, ഒരു മാധ്യമമാക്കപ്പെടും. ആ ഈമാ എന്തായി? ഒരു വസീലയായി. എന്തിലേക്കുള്ള വസീല? ഇല തഅലീലി ബിത്തഅലീമി ലിശൈനിഹി ഐ ലിശൈനിൽ ഖബരി, ഖബറിന്റെ നിലപാടിനെ ബഹുമാനിക്കൽ കൊണ്ടുള്ള സൂചനയിലേക്ക്. നഹ്വു ഇന്നല്ലദീ സമക്കസ്സമാഅ ബനാ ലനാ ബൈതൻ ദഅഇമുഹു അഅസ്സു വഅത്വലു. നഹ്വു ഇന്നല്ലദീ ഒരുത്തനാകുന്നത്, സമക്ക അവൻ ഉയർത്തിയിട്ടുണ്ടായി, റഫഅ ഉയർത്തിയിരിക്കുന്നു, അസ്സമാ ആകാശത്തിന്, അങ്ങനത്തെ ഒരുത്തൻ, ബനാലന നമുക്കവൻ നിർമ്മിച്ചു തന്നു, ബൈത്തൻ ഒരു വീട്. എങ്ങനത്തെ വീടാണ്? അതെ, അറാദ ബിഹിൽ കഅബത്ത, ഇത് പാടിയാളാണ്, ഫറസ്ദക്കാണ്. അയാൾ അതുകൊണ്ട് കഅബത്തിനെയാണ് ഉദ്ദേശിച്ചത്. ഔ ബൈത്ത ഷറഫി വൽ മജിദി, അല്ലെങ്കിൽ ഷറഫ് എന്ന വീട്, ശ്രേഷ്ഠത എന്നൊരു വീട് മജാസായിട്ട് പറഞ്ഞത്, വൽ മജിദി മഹത്വം എന്ന വീട്. അത് ഷറഫും മജിദും ഉദ്ദേശിക്കലാണ് ലാഹിറെന്നാണ് ദസൂക്കിയിൽ പറഞ്ഞിട്ടുള്ളത്. ദസൂക്കി ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത്? ഖൗലുഹു അറാദ ബിഹിൽ കഅബത്ത അല്ലൗലാ യഖൂല അറാദ ബിഹി ബൈത്തൽ മജിദി വശറഫീന. ഏറ്റവും നല്ലത് അറാദ ബിഹി ബൈത്തൽ മജിദി വശറഫി ലൽ കഅബത്ത. ആദ്യം രണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരു ഷറഹില്. കാരണം ഫറസ്ദക്ക് അത് ചൊല്ലിയത് ജരീറിനോട് ചൊല്ലിയതാണ്. അതൊക്കെ അവിടെ വായിച്ചാൽ, അത് സൂക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കണ്ടോ? അന്നൽ കസീദത്ത തഅബ, ഈ കസീദ വിലങ്ങുന്നുണ്ടായ കൂറൽ മുറാദു ബിഹി, ഈ ബൈത്ത് കൊണ്ടുള്ള മുറാദ് അൽ കഅബ,
കാബയാവലിനെ. കാരണം അന്ന കസുദൽ ഫറസ്ദക്കിന്റെ കസുദ് ബിഹ, ഈ കസീദ കൊണ്ട് ഉള്ള കസദ് എന്താണ്? ഇഫ്തിഖാറുഹു അലാ ജരീരിൻ, ജരീരിനോട് പവർ നടിക്കലാണ്. എന്ത്? ബി അന്ന ആബാഅഹു, ഫറസ്ദക്കിന്റെ പിതാക്കന്മാര് അമാജിദു വ അഷ്റാഫുൻ, അവർ മഹത്വമുള്ളവരും മാന്യന്മാരുമാണെന്ന്. ലികൗലിഹിം മിൻ ഖുറൈശിൻ ബിഖിലാഫി ആബായി ജരീരിൻ, ജരീരിന്റെ ആബായിനെതിരെ ഫഇന്നഹും മിൻ അറാദിലി ബനീ തമീമിൻ, ബനീ തമീമിക്കാരിൽപ്പെട്ട ഏറ്റവും താഴ്ന്നവരിൽപ്പെട്ടവരാണ്. വമഅന കൗനിഹി ബനാലഹും, അവർക്ക് ഒരു വീട് നിർമ്മിച്ചു എന്ന ഇതിന്റെ മഅന. വമഅന കൗനിഹി ബനാലഹും ബൈത്തുൽ മജിദി വശറഫീൻ, അല്ലേ? അവർക്ക് മജിദ് ഷറഫ് എന്ന ബൈത്ത് നിർമ്മിക്കലാകലിന്റെ മഅന ജഅലുൽ മജിദി വശറഫി ഫീഹിം, അവരിൽ ഷറഫിനെയും മജിദിനെയും ഉണ്ടാക്കലാണ്. ഐ ഇന്നല്ലദീ സമക്കസ്സമാഅ ജഅല ഫീനാ മജിദൻ വശറഫൻ, ആകാശത്ത് ഉയർത്തിയവൻ നമുക്കെന്തായി? മഹത്വത്തെയും ഷറഫിനെയും നൽകി. വജഅല കബീലത്തന മിൻ അഅ്ളമിൽ ഖബായിലി ബിഖിലാഫിക യാ ജരീർ, ഏ ജരീറെ നിനക്കെതിരെ. ഫഇന്ന ആബാഅക ലൈസ ഫീഹിം, നിന്റെ ആബാ അവരിൽപ്പെട്ടവരല്ല. ലൈസ ഫീഹിം, അവരിലില്ല മജ്ദുൻ വലാ ഷറഫുൻ. എന്താ? വഹൈസു കാന ഖസ്ദുൽ ഫറസ്ദഖി, ഫറസ്ദഖിന്റെ ഖസ്ദായപ്പോൾ ബിദാലിക, ഇതുകൊണ്ട് അൽ ഇഫ്തിഖാറ അലാ ജരീരിൻ, ജരീരിന്റെ മേൽ പൗർ നടിക്കലായപ്പോൾ ഫയതഅയ്യനു ഹംലുൽ ബൈത്തി, ബൈത്തിനെ ഹംല് ചെയ്യൽ നിജമായി അലാ ബൈത്തുൽ മജ്ദീൻ ലിഅന്ന ജരീറൻ മുസ്ലിമുൻ, ജരീർ മുസ്ലിമാണ്. ഫലാ മാന ലിൽ ഇഫ്തിഖാരി അലൈഹി ബിൽ കഅബത്തി, അപ്പൊ നമുക്ക് കഅബുണ്ട് എന്ന് പൗർ നടിക്കുന്നതിൽ ഒരർത്ഥമല്ല. കാരണം ജരീറിനും കഅബം ജരീറിനും അവകാശപ്പെട്ടതാണല്ലോ എന്നാണ്. ഈ കഅബത്തിനെയും ഉദ്ദേശിക്കാൻ കാരണം ഇയാളുടെ വീട് കഅബത്തിന്റെ അടുത്താകുമ്പോൾ കഅബത്തിന്റെ അടുത്തുള്ളവർക്ക് കഅബയുമായി കൂടുതൽ ബന്ധമുണ്ട് ദൂരത്തുള്ളവരെക്കാൾ. ആ നിലക്ക് കഅബത്തിനെയും ഉദ്ദേശിക്കാം. അതാണ് അറാദ ബിഹിൽ കഅബത്ത ഔ ബൈത്ത ശറഫി വൽ മജിദ്. അതുകൊണ്ട് ഷായിർ ഉദ്ദേശിച്ചത് കഅബത്തിനെയാണ്. ബനാലന ബൈത്തൻ, അല്ലെങ്കിൽ മഹത്വം എന്ന വീട് മജാസായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ആകാശത്ത് ഉയർത്തിയവൻ എന്ന് പറയുമ്പോൾ പറയുന്ന ദആഇമുഹു, ആ ബൈത്തിന്റെ തൂണുകൾ അഅ്സു, കൂടുതൽ വീര്യമുള്ളതും വഅത്വലു, കൂടുതൽ നീളമുള്ളതുമാണ്, വലുതുമാണ് എന്നർത്ഥം. ഇമാദുൽ ബൈത്തി ജമ്മു ദിആമത്ത് ബികസിരിദ്ദാലി വഹിയ ഇമാദുൽ ബൈത്ത്, വീടിന്റെ തൂണിന് ഫില്ലർ. ഐ കവാഇമുഹു വഅവാമീദുഹു മിൻ ദആഇമി കുല്ലി ബൈത്തിൻ, എല്ലാ വീടിന്റെ ഫില്ലറുകളെക്കാളും. ഫഫീ ഖൗലിഹി, അപ്പോൾ ഷാഇറിന്റെ ഖൗലിലുണ്ട് എന്ത്? ഇന്നല്ലദീ സമക്കസ്സമാഅ എന്ന് പറഞ്ഞതിൽ ഈമാഅൻ, അല്ലെ? ഫഫീ ഖൗലിഹി ഇന്നൽ ഈമാഉൻ, ഇശാറത്തുണ്ട് എന്ത്? ഇലാ അന്നൽ ഖമറൽ മബനിയ അലൈഹി, ആ മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ട ഖബർ അംറു മിൻ ജിൻസി റിഫഅത്തി വൽ ബിനാഇ, റിഫഅത്ത് ബിനാഇന്റെ ജാതിയിൽപ്പെട്ടൊരു കാര്യമാണ് എന്നതിലേക്ക് ഇശാറത്തുണ്ട്. ആകാശത്ത് ഉയർത്തിയവനാവുന്നത് നമുക്കും ഉയർത്തി എന്നാണ് വരാൻ പോകുന്നത് എന്ന് ദൗക്കും സലീമുള്ളവർക്ക് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവൂന്നല്ല പറഞ്ഞത്. കണ്ടോ? ഇന്തമല്ലഹു ദൗക്കും സലീം. അതിന്റെ പുറമെ എന്തുണ്ടത്? സുമ്മ ഫീഹി, പിന്നെ ഇതിലുണ്ട് തഅരീനും ഈ ഇശാറത്തിൽ. ഇപ്പോ ഇന്നല്ലദീ സമക്കസ്സമാഅ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വരാൻ പോകുന്ന ഖബർ ഇന്ന ജാതിയാണ് എന്നതിലേക്ക് ഇശാറത്തുണ്ട്. അത് റിഫഅത്തിന്റെയും ബിനാഇന്റെയും വകുപ്പിൽ പെട്ടതാണ്, അതേ ജിൻസിൽ പെട്ടതാണെന്നൊരു ഇശാറത്തുണ്ട്. അതോടുകൂടെ
ثم فيه تعليل بتعليم شأن بيته. ഇയാളുടെ വീടിന്റെ നിർമ്മാണത്തെ എന്താണ് എന്ന് തഅലീം ചെയ്യലിലേക്കുള്ള സൂചനയുമുണ്ട്. കാനലി കൗലിഹി, ഇയാളുടെ വീടായതിനു വേണ്ടി, ഫിഇലമൻ ഒരുത്തന്റെ ഫീലായതിനു വേണ്ടി, എങ്ങനത്തെ ഒരുത്തൻ, റഫഅ സമാ, ആകാശത്തെ ഉയർത്തിയ അല്ലാഹു ഉണ്ടാക്കിയതാണ് ഇവന്റെ വീട്. അപ്പോൾ ആ വീടിനെ ഒന്ന് ആദരിക്കണം എന്നതിലേക്കൊരു സൂചനയും അതിലുണ്ട് ഈ ഇശാറത്തിന്റെ പുറമെ. അല്ലത്തി, എങ്ങനത്തെ ആകാശം, ലാ ബിനാ അഅ്ലമ മിൻഹാ, അതിനേക്കാൾ വലിയൊരു ബിനാ ഇല്ല, വ അർഫഅ, ലാ ബിനാ, അതെ, അഅ്ലമു മിൻഹാ വ അർഫഉ, അതിനേക്കാൾ അഅ്ലമും അർഫഉമായ ഒരു ബിനാ വേറെ ഇല്ല. അങ്ങനത്തെ ഒരുത്തനാണ് എനിക്കൊരു വീടുണ്ടാക്കി തന്നത്. അപ്പോ ഈ വീടും ഒരു വലിയ വീട് തന്നെയാണ്, ഒരു ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. ഖബർ അല്ലാത്തതിന്റെ ഷൈനിനെ ബഹുമാനിക്കലിലേക്ക് ഒരു മാധ്യമമാക്കപ്പെടും. ഈമാനെ ഒരു മാധ്യമമാക്കപ്പെടും. ഖബർ അല്ലാത്തതിന്റെ നിലപാടിനെ ബഹുമാനിക്കലിലേക്ക്. അല്ലദീന കദ്ദബൂ ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ. ശുഐബ് നബിയെ കളവാക്കിയവര് അവർ പരാജയത്തിലാണ്. ഇപ്പൊ കദ്ദബൂ ശുഐബ് എന്നിവിടെ സില കൊണ്ടുവന്നത് മൗസൂലയെ കൊണ്ടുവന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്, അല്ലദീന കദ്ദബൂ ശുഐബൻ എന്ന് പറയുമ്പോൾ തന്നെ ഖബർ ഒരു പരാജയത്തിന്റെ മേൽ എടുക്കപ്പെട്ടതാണെന്ന് അറിയിക്കും. അതിന്റെ പുറമെ എന്തുകൊണ്ടത്, ശുഐബ് നബിയുടെ ഷൈനിനെ ഒന്ന് ആദരിക്കലുണ്ട്. ആരാണ് ശുഐബ് നബി? ശുഐബ് നബിയെ കളവാക്കിയ ഒരു പരാജയത്തിലാണ്. ഫഫീഹി ഇമാഉൻ, ഈ കലാമിലെ ഇശാറത്തുണ്ട്. ഇലാ അന്നൽ ഖബറൽ മബ്നിയ അലൈഹി, ഈ മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ട ഖബറാകുന്നത് മിമ്മാ ഒന്നിൽപ്പെട്ടതാണ്, യുംബിയ ഒന്ന് അറിയിക്കും, അലൽ ഖൈബത്തി വൽ ഖുസ്റാനി, പരാജയത്തിന്റെ മേലും നഷ്ടത്തിന്റെ മേലിലും അറിയിക്കുന്ന ഒന്നിൽപ്പെട്ടതാണ് എന്നതിലേക്ക് ഇശാറത്തുണ്ട്. അതിന്റെ പുറമേ എന്തുമുണ്ട്, ശുഐബ് അലൈഹിസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശൈലിനെ ഒന്ന് ബഹുമാനിക്കലുമുണ്ട്. റുബ്ബമാ വിജയലു, ചിലപ്പോൾ ആ ഈമായിനെ ആക്കപ്പെടും, ദരീഅത്തൻ ഇഹാനത്തി ലിശൈനിൽ ഖബരി, ഖബറിന്റെ ശൈലിനെ നിസാരമാക്കലിലേക്ക് മാധ്യമമാക്കപ്പെടും. ആ ഇശാറത്തിനെ, ഖബറിന്റെ ബിനാഇന്റെ വജ്ഹിലേക്കുള്ള ഇശാറത്തിനെ ആക്കപ്പെടും. നഹ്വു ഇന്നല്ലദീ ലാ യുഹ്സിനു മഅരിഫത്തൽ ഫിഖ്ഹി ഖദ് സന്നഫ ഫീഹി, ഇന്നല്ലദീ ഒരുത്തനാകുന്നത് ലാ യുഹ്സിനു മഅരിഫത്തൽ ഫിഖ്ഹി, ഫിഖ്ഹ് ശരിക്ക് അറിയാത്ത ഒരാള്, ഖദ് സന്നഫ ഫീഹി, ആ ഫിഖ്ഹിൽ ഒരു ഗ്രന്ഥം ധരിച്ച്, ഒരു കിതാബ്, ഒരു ഗ്രന്ഥം അവൻ രചിച്ചിട്ടുണ്ട്, തസ്നീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്, ഖബർ എന്താണ്, ഖദ് സന്നഫ, ആ തസ്നീഫ് ഫിഖ്ഹ് അറിയാത്ത ആളുണ്ടാക്കിയതാണ്. അപ്പൊ ആ ഗ്രന്ഥത്തിന് എന്താക്കലുണ്ട്, ഒരു നിസാരമാക്കലുണ്ട്. ഔലി ശൈനി ഗൈരിഹി, അല്ലെങ്കിൽ ഖബർ അല്ലാത്തതിന്റെ ശൈലിനെ നിസാരമാക്കല്. നഹ്വു ഇന്നല്ലദീ യത്ബഉ ശൈത്വാന ഖാസിറുൻ, ശൈത്താനിനെ പിൻപറ്റിയവൻ ഖാസിറും പരാജയപ്പെട്ടവനാണ്. ഇന്നല്ലദീ യത്ബഉ ശൈത്താന എന്ന് പറയുമ്പോൾ തന്നെ ഖബർ ഇന്ന ജാതിയാണെന്ന് തിരിഞ്ഞു. അതിന്റെ പുറമെ ഇവിടെ എന്താണ്, ശൈത്താനിനെ ഒരു നിസാരമാക്കലും ആൾ വരുന്നുണ്ട്. അത് ഇശാറത്തുകൊണ്ട് ലഭിച്ച ഒരു ഫായിദയാണ്. ഇതെല്ലാം, ഈ നേട്ടങ്ങളെല്ലാം മൗസുലി ഇലൈഹി മൗസൂലിയാക്കി കൊണ്ടുവരുമ്പോൾ ഉള്ളതാണ്.
വഖദ് യുജ്അലു ദരീഅത്തൻ, ചിലപ്പോൾ ആ ഈമാനിനാക്കപ്പെടും ദരീഅത്തൻ ഇലാ തഹ്ഖീഖിൽ ഖബരി, ഖബറിനെ ഒന്ന് ഉറപ്പിക്കലിലേക്ക് മാധ്യമമാക്കപ്പെടും, ഒന്ന് തഹ്ഖീഖാക്കലിലേക്ക്. ഐ ജഅലിഹി, ഖബറിനെ ആക്കലിലേക്ക്, മുഹഖഖൻ സാബിത്തൻ, ഉറച്ചതായ സ്ഥിരപ്പെട്ടതാണ് എന്നതിലേക്ക് ഒരു മാധ്യമമാക്കപ്പെടും. ഐ ജഅലിഹി, ആ ഖബറിനെ ആക്കലിലേക്ക്, മുഹഖഖൻ ഉറപ്പാക്കപ്പെട്ടതാക്കലിലേക്കും, സാബിത്തൻ സ്ഥിരമായതാക്കലിലേക്കും ഒരു മാധ്യമമാക്കപ്പെടും. ഖബറിനെ തഹ്ഖീഖാക്കലിലേക്ക്, അത് ഉള്ളത് തന്നെയാണ്. നഹവു ഇന്നല്ലതി ളറബത്ത് ബൈതൻ മുഹാജിറത്തൻ ബികൂഫത്തിൽ ജുന്ദി ഖാലത്ത് വുദ്ദഹാഹൂലു. ഇന്നല്ലത്തി, ഒരു പെണ്ണ്, ലറബത്ത് അവള് നിർമ്മിച്ചിട്ടുണ്ട്, ബൈത്തൻ ഒരു വീട്, മുഹാജിറത്തൻ അവള് തന്നെ ഹിജറ പോയവളായ നിലയിൽ എവിടെ വീട് നിർമ്മിച്ചു? ബികൂഫത്തിൽ ജുന്ദി, പട്ടാള കേന്ദ്രത്തിൽ അവളൊരു വീട് നിർമ്മിച്ചു. എങ്ങനത്തെ പെണ്ണാണ്? ഖാലത്ത് ഉദ്ദഹ, അവളുടെ സ്നേഹത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ഊലൂ, പൊട്ടിച്ചെകുത്താൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെന്താണ്? ഇന്നല്ലത്തി ലറബത്ത് ബൈത്തൻ മുഹാജിറത്തൻ ബികൂഫത്തിൽ ജുന്ദി, പട്ടാള കേന്ദ്രത്തില് ഹിജറ പോയിട്ട് അവിടത്തേക്ക് ഹിജറ പോയി അവിടെ വീട് നിർമ്മിച്ചവൾ എന്ന് പറയുമ്പോൾ തന്നെ ഖബറിന്റെ വജഹിലേക്ക് ഇശാറത്തുണ്ട്. എന്ത്? അവളുടെ സ്നേഹം നശിച്ചു പോയിട്ടുണ്ട്, അവർക്ക് ആരോടും സ്നേഹമില്ല. കാരണം അവള് വീടുണ്ടാക്കിയത് എവിടെയാണ്? പട്ടാള കേന്ദ്രത്തില്. പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ആരോടും ദയയില്ലാത്തവരാണ്. അവരുടെ സമീപത്ത് ഒരു വീടുണ്ടാക്കുമ്പോൾ ചാരിയാൽ ചാരിയത് വാസനിക്കും എന്ന് പറഞ്ഞില്ലേ? ചാണകത്തിനോട് ചാരിയാൽ ചാണകം മണക്കും. അപ്പോൾ ഒരു ദയയും ഇല്ലാത്ത പട്ടാള വിഭാഗത്തിന്റെ സമീപത്ത് പോയി ഒരു വീടുണ്ടാക്കിയവൾ എന്ന് പറയുമ്പോൾ തന്നെ എന്തിലേക്ക് ഇശാറത്തുണ്ട്? അവളുടെ സ്നേഹം, ജനങ്ങളോടുള്ള അവളുടെ സ്നേഹം നശിച്ചു പോയിട്ടുണ്ട് എന്നും, പിന്നെ ഈ വീടുണ്ടാക്കൽ സ്നേഹം നശിച്ചുപോയി എന്നതിനൊരു ദലീലും ആയിട്ടുണ്ട്. അപ്പൊ ഇശാറത്തിന്റെ പുറമെ ഇത് ഖബർ ഇവിടെ ഉള്ളത് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനും ഇത് കാരണമായിട്ടുണ്ട്. ഈ വീടുണ്ടാക്കല് ആ ഈമാവ്, ആ സിലയോടുകൂടെയാണ് ഇശാറത്ത്. പട്ടാള കേന്ദ്രത്തിൽ പോയി വീടുണ്ടാക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അവൾക്ക് സ്നേഹം ഇല്ല എന്ന് തിരിഞ്ഞു. പിന്നെ വീടുണ്ടാക്കല് സ്നേഹം പോകാനുള്ളൊരു കാരണവുമായി തീർന്നു എന്ന് ഇതിൽ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ അവളുടെ സ്നേഹം പോയിട്ടുണ്ടെന്നൊരു ഉറപ്പും കിട്ടി ഇവിടെ. അത് ഇവിടെ പറയുന്നു. ഫഇന്നഫി ഇന്നല്ലത്തി ലറബത്ത് ബൈതൻ മുഹാജിറത്തൻ ബികൂഫത്തിൽ ജുന്ദി ഖാലത്ത് വുദ്ദഹാഹൂലു. ഇന്നല്ലത്തി, ഒരു പെണ്ണാകുന്ന ലറബത്ത് അവള് നിർമ്മിച്ചു ബൈതൻ ഒരു വീടിനെ, മുഹാജിറത്തൻ അവള് തന്നെ ഹിജറ പോയവളായ നിലയിൽ, ബികൂഫത്തിൽ ജുന്ദി പട്ടാള കേന്ദ്രത്തിൽ അവളൊരു വീടുണ്ടാക്കി. ഖാലത്ത് വുദ്ദഹ, അവളുടെ സ്നേഹം നശിച്ചു പോയിട്ടുണ്ട്. അവളുടെ സ്നേഹത്തെ നശിപ്പിച്ചു. ഹൂലു, പൊട്ടിച്ചെകുത്താൻമാർ നശിപ്പിച്ചു. ഫഇന്ന ഫീ ദർബിൽ ബൈത്തി ബികൂഫത്തിൽ ജുന്ദി, പട്ടാള കേന്ദ്രത്തിൽ പോയിട്ട് വീടുണ്ടാക്കലിലുണ്ട്. വൽ മുഹാജറത്തി ഇലൈഹ, അങ്ങോട്ട് പോകലിലും ഉണ്ട്. ഈമാൻ ഇശാറത്തുണ്ട് ഇലാ അന്ന തരീഖ ബിനാഇൽ ഖബരി, ആ മൗസൂലയുടെ മേൽ എടുക്കപ്പെട്ട ഖബറിന്റെ തരീഖ് മിമ്മാ ഒന്നിൽപ്പെട്ടതാണ്. ഒന്നറിയിക്കും മൻ സമാലിൽ മഹബത്ത് നീങ്കലിന്റെ മേൽ അറിയിക്കും. വങ്കിത്തായിൽ, അല്ലെ, സ്നേഹവും വങ്കിത്തായിൽ മബദ്ധത്തിൽ സ്നേഹം നിന്നിട്ടുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കും.
സുമ്മ ഇന്നഹു പിന്നെ ഇശാറത്ത് യുഹക്കിക്കു ഉറപ്പിക്കുന്നു സവാലിൽ മവദ്ദത്തി സ്നേഹം അവളുടെ സ്നേഹം നീങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്നു. യുക്കരീറുഹൈന അതിനെ ഒന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഹത്താക്ക അന്നഹു ആ വീടുണ്ടാക്കലിലേക്കുള്ള ഇശാറത്ത് അല്ല അന്നഹു ആ വീടുണ്ടാക്കൽ ബുർഹാനുൻ അലൈഹി അവളുടെ സ്നേഹം പോയിട്ടുണ്ട് എന്നതിന്റെ മേലൊരു ബുർഹാനായതുപോലെ. ബുർഹാൻ ലിമ്മിയുണ്ട് ഇന്നിയുമുണ്ട്. അതായത് ഇല്ലത്തിൽ നിന്ന് മഅലൂലിലേക്ക് നീങ്ങുമ്പോൾ ലിമ്മിയായി, മഅലൂലിൽ നിന്ന് ഇല്ലത്തിലേക്ക് നീങ്ങിയാൽ ഇന്നിയുമായി. ഇവിടെ രണ്ടും ഉദ്ദേശിക്കാം. എന്ത്? കൂഫത്തുൽ ജുന്ദിൽ വീടുണ്ടാക്കിയത് കൊണ്ട് അത് കാരണമായി അവളുടെ സ്നേഹം പോയി. അപ്പൊ ബുർഹാൻ ലിമ്മിയായി. അതല്ല, അവളെ സ്നേഹം പോയത് എന്തുകൊണ്ടാ? കൂഫത്തുൽ ജുന്ദ് അവിടുന്ന് ഇങ്ങോട്ട് മഅലൂലിൽ നിന്ന് ഇല്ലത്തിലേക്ക് നീങ്ങുക. എന്നാൽ ബുർഹാൻ ഇന്നിയുമാകും. വഹാദ മഅന തഹ്ഖീഖുൽ ഖബർ. ഇതാണ് ഖബറിനെ തഹ്ഖീഖാക്കുക എന്നതിന്റെ മഅന. ഇത് ഈ സിലയിൽ പറഞ്ഞ കാര്യം ഈ ഖബറിന്റെ സുബൂത്തിനെ അത് ഉറപ്പിക്കും. ഇശാറത്തിന്റെ പുറമെ എന്തുമുണ്ട്? ഇവിടെ ഒരു ഉറപ്പും വരുന്നുണ്ട്. കാരണം കൂഫത്തുൽ ജുന്ദിൽ പോയി വീടുണ്ടാക്കിയവൾ എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ സ്നേഹം പോയി എന്ന് മനസ്സിലായി. അതിന്റെ പുറമെ ഈ പറഞ്ഞതുകൊണ്ട് എന്തും ലഭിച്ചു? സ്നേഹം പോയിട്ടെന്ന് ഉറപ്പും കിട്ടി. കാരണം ഇവള് താമസിക്കുന്നത് എവിടെയാണ്? കൂഫത്തുൽ ജുന്ദിലാണ്. കൂഫത്തുൽ ജുന്ദ് പട്ടാള കേന്ദ്രത്തിലാണ്. അവിടെയുള്ളവർക്കൊന്നും എന്തില്ല, തീരെ ദയയില്ലാത്തവരാണ്. അവരുടെ മറുഭാഗത്ത് സ്വയം ഉമ്മമാരാണെങ്കിലും കൂടി അവർക്ക് ദയയും ഉണ്ടാവുകയില്ല. അവരുടെ സമീപത്ത് താമസിക്കുന്നവർക്കും എന്തുണ്ടാവൂല, ദയ ഉണ്ടാവൂല എന്ന ഉറപ്പും അവിടുന്ന് ലഭിച്ചു. അപ്പോൾ അതാണ് ഹത്താക്ക അന്നഹു ഈ ഇശാറത്ത് കൂഫത്തുൽ ജുന്ദിൽ വീട് നിർമ്മിക്കലോടുകൂടെയുള്ള ഇശാറത്ത്. വീട് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കൂഫത്തുൽ ജുന്ദിൽ വീടുണ്ടാക്കി എന്നതാണ് ഇശാറത്ത് ചെയ്യുന്നത്, ഇവളുടെ സ്നേഹം പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ കൂഫത്തുൽ ജുന്ദിൽ വീടുണ്ടാക്കുക എന്നത് ബുർഹാനുൻ അലൈഹി അവളുടെ സ്നേഹം പോയിട്ടുണ്ട് എന്നതിന്റെ മേൽ ഒരു രേഖ പോലെയാണ് എന്നല്ല, രേഖ തന്നെയാണ്. വാദ ഈ പറഞ്ഞതാണ് മഅനാ തഹ്ഖീഖുൽ ഖബരി. ഖബർ തഹ്ഖീഖാവുക, ഉറപ്പിക്കുക, ഖബർ തഹ്ഖീഖാവുക എന്നതിന്റെ മഅന. കാരണം എന്താണ്? അവിടെ വീടുണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും അബദ്ധത്ത് പോകുന്ന ഉറപ്പ് കിട്ടി. കാരണം കൂഫത്തുൽ ജുന്ദിനാണല്ലോ വീടുണ്ടത്. വഹുവ മഫ്കൂദുൻ ആ തഹ്ഖീഖ് ഇല്ല ഫീ മിസ്ലി ഇന്നല്ലദീ സമക്കസ്സമാഅ എന്നതിൽ ഇല്ല. ഇത് ലൈസ ഫീ റഫഇല്ലാഹി സമാഅ ആകാശത്തെ അല്ലാഹു ഉയർത്തുന്നതിൽ ഇല്ല. തഹ്ഖീഖും വതസ്ബീതുൻ ലിബിനാഇഹി ലഹും ബൈതൻ അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കലിലേക്ക് ഒരു ഉറപ്പിക്കലോ ഒരു തസ്ബീത്തോ അവിടെ ഇല്ല. തഹ്ഖീഖും തസ്ബീത്തും ഒന്ന് തന്നെ, മനസ്സിലായില്ലേ? കാരണം ആകാശത്തിനെ ഉയർത്തിയവൻ ആകുന്നത് വരുമ്പോൾ വരാൻ ഒരു റിഫഅത്ത് ബിനാഇന്റെ ജാതിയിൽപ്പെട്ടതാണ് എന്ന് ലഭിക്കും എന്നല്ലാതെ അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുമെന്നൊരു ഉറപ്പ് ഇതിന് കിട്ടുകയില്ല. ഇവിടെ നല്ല കൂഫത്തുൽ ജുന്ദിൽ വീടുണ്ടാക്കിയവൾ എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ സ്നേഹം പോയി എന്നൊരു ഉറപ്പ് ഈ മൗസൂല കൊണ്ടും ചില കൊണ്ടും ലഭിക്കും. ഫളഹറൽ ഫർഖു ബൈനൽ ഈമായി വ തഹ്ഖീഖുൽ ഖബർ. അപ്പോൾ ഈമായിന്റെയും തഹ്ഖീഖുൽ ഖബർ, ഖബറിനെ തഹ്ഖീഖാക്കുന്നതിന്റെയും ഇടയിലുള്ള ഫർഖ് എന്താണ്? ലാഹിറായി. കാരണം എന്താ?
ഈമാ ആമാണ്. ഈമായിലൊക്കെ തഹ്കീക്കുൽ ഖബർ ഉണ്ടായിക്കോളണമെന്നില്ല. തഹ്കീക്കുൽ ഖബറിൽ ഈമാ ഉണ്ടാവൽ നിർബന്ധവുമാണ്. ഒന്ന് ആമുമാണ്, ഒന്ന് ഖാസുമാണ്. അൽ ഈമാ എന്നുള്ളത് എന്താണ്? അത് ആമാണ്. തഹ്കീക്കുൽ ഖബർ ഖാസുമാണ്. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി.